ഹലോ. ഞാൻ ഇന്നൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. ഒരു കല്യാണം അല്ലാട്ടോ, 2 കല്യാണമായിരുന്നു നമുക്ക്. അതായത് ഇവളുടെയും എൻ്റെ ബ്രദറിൻ്റെയും കല്യാണം. രണ്ടും സാറ്റർഡേ സൺഡേ അങ്ങനെയായിരുന്നു കേട്ടോ. വെക്കേഷൻ്റെ സമയത്തായിരുന്നു. വ്ളോഗിടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇത് നമ്മുടെ മൈലാഞ്ചി ഇടുന്ന അന്നത്തെ ദിവസത്തെയായിരുന്നു. അപ്പോൾ അന്ന് രാത്രി എല്ലാവരും മൈലാഞ്ചിയുടെ തിരക്കിലൊക്കെ ആയിരുന്നത്. ശനി ഞായറായിരുന്നു കല്യാണം. അപ്പോൾ ഇത് വ്യാഴാഴ്ച ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിടാൻ നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അതാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അനിയൻ്റെയും കല്യാണം കേട്ടോ. അതായത് നമ്മുടെ കസിൻസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ കുറേ നാളുകൾക്ക് ശേഷം വന്നൊരു കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാനുള്ള ഒരു കല്യാണം തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതേ കാണിച്ചതായിരുന്നു കേട്ടോ പയ്യൻ കൈകൂപ്പിക്കുന്നത്. അതായത് അവളുടെ ബ്രദർ. അപ്പോൾ അതേ നെയ്ച്ചോറും ബീഫൊക്കെ ആയിരുന്നു അന്ന്. എല്ലാവരും കൂടി കൂടുമ്പോഴുള്ളൊരു വൈബ് അത് അടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കല്യാണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി കൂടുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. അതും കുറേ കാലത്തിന് ശേഷമായിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിലൊരു കല്യാണം വരുന്നത്. പിറ്റേന്ന് ഇത് പിറ്റേന്നല്ല, ശനിയാഴ്ച ചെറുക്കൻ രാവിലെ ഇറങ്ങുന്ന ഇതായിരുന്നു. വെള്ളിയാഴ്ചത്തെ വ്ളോഗ് ഞാൻ എടുക്കാൻ വിട്ടു കേട്ടോ, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ. അതായത് ഇവൻ്റെ കല്യാണമായിരുന്നു ആദ്യം ശനിയാഴ്ച. ഞാൻ പറഞ്ഞില്ലേ ശനി ഞായറുമായിരുന്നു. അപ്പോൾ ആദ്യം ഇവൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ ഹോളിലെത്തി. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ മറന്നുപോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതെന്തോ ഭാഗ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിന്. അപ്പോൾ 2 പേരും നല്ല ജോഡികളായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ വാപ്പ ഉമ്മ അങ്ങനത്തെ അവരൊക്കെ വന്നു. പിന്നെ നമ്മുടെ ഫോട്ടോ പോയിന്റുകൾ പോസ്റ്റ് ചെയ്യലാണല്ലോ മെയിനായിട്ട് കല്യാണത്തിനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളും. ഇങ്ങനെ അവരുടെ 2 പേരും കൂടെയുള്ള ഫോട്ടോ. ഇത് കഴിഞ്ഞ് വൈകിട്ടത്തെ റിസപ്ഷൻ്റെ ഫോട്ടോസായിട്ട് ഇതൊക്കെ. അപ്പോൾ ഇത് വൈകിട്ടത്തെ റിസപ്ഷനും ഇവരുടെ മെഹന്തിയുടെയും ഒന്നിച്ചായിരുന്നു. ഇതാണ് അവരുടെ ഉമ്മയും വാപ്പയും, അതായത് നമ്മുടെ ചെറുക്കൻ്റെയും പെങ്ങളുടെയും ഉമ്മയും വാപ്പയും. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസ്. ഇത് നമ്മൾ പെണ്ണിനെ കൊണ്ടുപോയി ഇരുത്താൻ പോവാണ്. അവളുടെ മെഹന്തിയാണല്ലോ. അപ്പോൾ നമ്മൾ ഒപ്പനെ കളിച്ചൊക്കെ കൊണ്ടുപോയി ഇരുത്താം. പക്ഷേ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ഒരേപോലെ കേട്ടോ. എല്ലാവരും ഇൻട്രോവേർട്സാണ്. പിന്നെ കളിക്കാനൊന്നും ആരും മുതിരുന്നില്ല. പിന്നെ നമ്മൾ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ പാട്ടും ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡാണ് പാട്ട് പാടുന്നത്. ഹസ്ബൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വക ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗാനമേള നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ചടങ്ങൊക്കെ നടക്കുമായിരുന്നു സ്റ്റേജിൽ. അങ്ങനെ നമ്മുടെ ചടങ്ങുകളും എല്ലാം അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ഒരുവിധം കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചായിരുന്നു. അവരുടെ ഡാൻസ് കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് അവരുടെ ഡാൻസ് കാണിക്കാൻ പറ്റുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത ഫാമിലിയിൽ കല്യാണമൊക്കെ വരുന്നതാണല്ലോ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പിറ്റേന്നത്തെ വ്ളോഗാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണവാട്ടിയുടെ കല്യാണത്തിൻ്റെ ഇന്നത്തെ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻസ്, അവളുടെ ഹസ്ബൻഡ്, പിന്നെ അവരുടെ ഫാമിലി. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനെടുത്ത വീഡിയോ അല്ല, അവരുടെ വീഡിയോസ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് തിരക്കൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ അവർ വീഡിയോ സെൻഡ് ചെയ്ത് തന്നു കേട്ടോ. ഇത് അവരുടെ ലുക്ക് അന്നത്തെ നല്ല രസമുണ്ട്. 2 പേരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ലുക്ക്, അവളുടെ ഡ്രസ്സും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി കാണിക്കുന്നത് നമ്മുടെ വൈകിട്ടത്തെ റിസപ്ഷൻ്റെ വ്ളോഗാട്ടോ. റിസപ്ഷൻ ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ.
ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ സ്ഥലം തന്നെ നല്ലൊരു ആംബിയൻസ്, നല്ല രസമുണ്ടായിരുന്നു കാണാനും എല്ലാം. അതേപോലെ അവരും റിസപ്ഷനിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അവർ രണ്ടുപേരുടെയും. സത്യം പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ടപ്പോൾ കുറച്ച് ഒരു മാസത്തിൽ കൂടുതലായി. പിന്നെ വ്ളോഗ് ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയത് കേട്ടോ. വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മടിയാണ് വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.